Hello, welcome to Sense of School of Life Sciences. Today we shall talk about prokaryotic DNA replication. See, what about central dogma? Everybody knows the flow of information from DNA to DNA by replication, then DNA to RNA by transcription, from RNA to protein by translation. Then reverse transcription, also which is known as feminism. Here it is flow of information from RNA to DNA, with the help of enzyme RNA-dependent DNA polymerase enzyme or reverse transcriptase enzyme. It is known as feminism. So RNA-dependent DNA polymerase, അത് ഓർമ്മിക്കുക, ചിലർക്ക് തെറ്റിപ്പോകും. RNA-dependent DNA polymerase enzyme ആണ് reverse transcriptase. നമുക്ക് ഇതിന്റെ പ്രോസസ് നോക്കാം. In prokaryotes, DNA replication takes place in the cytoplasm. That is now nucleus. There are 3 steps in DNA replication: initiation, elongation, and termination. Adyam initiation. In prokaryotes, replication begins from original replication, known as oricy. In bacteria, only one origin of replication, oricy, is there, and it consists of 245 base pair. See, in eukaryotes, numerous oricytes are there. Here only one. Here we can see the diagram, then we can come back. See, this is a oricy. Length, 245 base pair, length ആണ് 3. Okay, this much. Then 2 different sets of repeat sequences ഇവിടെ ഉണ്ട്. ഇത് ഒരു റിപ്പീറ്റ് സീക്വൻസ്, ഒരു സെറ്റ് റിപ്പീറ്റ് സീക്വൻസ് ആണ്. ഇത് മറ്റൊരു റിപ്പീറ്റ് സീക്വൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ സെറ്റ് ആദ്യത്തെ നോക്കാം. ഇവിടെ AT റിച്ച് ആണ്. ഇവിടെ വരുന്ന നൈട്രജൻ ബേസ് AT റിച്ച് ആണ് എന്ന് പറഞ്ഞാൽ GC ഇല്ല എന്നല്ല, AT റിച്ച് ആണ്. മറ്റൊരു കാര്യം, ഇവിടെ ഇതിനെ 30 ആണ് പറയുന്നത്. അതെന്തുകൊണ്ടാ? ഈ ഓരോ റിപ്പീറ്റിലും ഉണ്ടോ, ഇവിടെ 3 റിപ്പീറ്റല്ലേ ഉണ്ട്, 1, 2, 3. ഇത് ഓരോ റിപ്പീറ്റിലും 13 ബേസ് പെയർ കാണും. അപ്പോൾ ഇവിടെ 13 ബേസ് പെയർ കാണും, ഇവിടെ 13 ബേസ് പെയർ കാണും, ഇവിടെ 13 ബേസ് പെയർ കാണും. അപ്പൊ ഇതിനെ പറയുന്ന ഫസ്റ്റ് റിപ്പീറ്റിനെ പറയാം 30 എന്ന് പറയും ഇതിനെ. അതുപോലെ ഇവിടെ സെക്കൻഡ് റിപ്പീറ്റ് എന്ന് പറയുന്നതിൽ 4 to 5 റിപ്പീറ്റ്സ് ആണ്. ഇവിടെ 4 ആണ് കാണിച്ചിരിക്കുക. 1, 2, 3, 4. ഇവിടുത്തെ ഓരോ റിപ്പീറ്റിലും 9 ബേസ് പെയർ കാണും. അതുകൊണ്ടാണ് ഇതിനെ 9 mer എന്ന് പറയുന്നത്. 9 mer. അപ്പൊ 30 mers ആൻഡ് 9 mer. ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 13 നൈട്രജൻ ബേസ് ആണല്ലോ ഇവിടെ കാണുന്നത്, നൈട്രജൻ ബേസ് പെയർ. അപ്പൊ അതില് ഓരോന്ന് തുടങ്ങുന്നത് GATCയിലാണ്. അതും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതില് പ്രധാനമായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈംസും പിന്നെ പ്രോട്ടീനും ഒക്കെ ഏതാണെന്ന് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തെല്ലാമാണ്? DNA-B, DNA-A, DNA-B അഥവാ ഹെലിക്കേസ്, ദെൻ DNA-C, DNA-G, പ്രൈമേസിന്റെ പറയുന്നതാണ് എന്താ DNA-G, ദെൻ ടോപ്പോഐസോമറേസ് 1, ടോപ്പോഐസോമറേസ് 2, DNA polymerase 1, DNA polymerase 3. അപ്പൊ ഇവിടെ DNA polymerase 2 പറഞ്ഞില്ല, പറയാം. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഉള്ള കാര്യങ്ങളാണ്. പ്രൊസീജിയർ പറയുമ്പോൾ ഓരോന്നിൻ്റെയും DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് പറയുമ്പോൾ ഓരോന്നിൻ്റെയും റോള് നമ്മളവിടെ പഠിക്കും. ഇവിടെ DNA പോളിമറൈസസിന്റെ പ്രത്യേകത നോക്കാം. പ്രോകാരിയോട്സിലെ DNA പോളിമറൈസസ് 3 ഇനമാണല്ലോ. DNA polymerase 1, DNA polymerase 2 and 3. DNA polymerase 1 നോക്കി 5'3' exonuclease activity ഉണ്ട്. ഇവിടെ നോ 5'3' exonuclease activity. 3ക്കും എന്തില്ല? 5'3' exonuclease activity ഇല്ല. ഇവിടെ 5'3' exonuclease activity ആർക്കേ ഉള്ളൂ? DNA polymerase 1. അതുകൊണ്ട് തന്നെയാണ് it can remove the RNA primer. RNA primer റിമൂവ് ചെയ്യുന്നത്, കാര്യം RNA പ്രൈമർ വേണമല്ലോ ശരിക്കും DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവസാനം അതിനെ റിമൂവ് ചെയ്യണം.
അപ്പൊ ആ റിമൂവ് ചെയ്യുന്ന DNA പോളിമറേസ് 1 ആണ്. പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് അവിടെ DNA സിന്തസൈസ് ചെയ്യണമല്ലോ, ഗ്യാപ്പ് ഫില്ലിംഗ്. ആ ഗ്യാപ്പ് ഫില്ലിങ്ങും എന്ത് തന്നെയാണ്? DNA പോളിമറേസ് 1 തന്നെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. DNA polymerase 1 has 3'5' exonuclease activity. DNA polymerase 2 has 3'5' exonuclease activity. 3 also has 3'5' exonuclease activity. And അപ്പോൾ എന്താണ്? All these DNA polymerases are having 3'5' exonuclease activity. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? പ്രൂഫ് റീഡിങ്ങിന് എന്താ വേണ്ടത്? 3'5' exonuclease activity ആണ് വേണ്ടത്. അതുകൊണ്ട് these DNA polymerases can proofread. ഓക്കെ, അപ്പൊ പ്രൂഫ് റീഡിങ്ങിന് എന്താ വേണ്ടത്? 3'5' exonuclease activity ആണ്. പ്രൈമർ റിമൂവ് ചെയ്യുന്നതിന് എന്ത് വേണം? 5' 3' exonuclease activity. അത് DNA polymerase 1 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത, DNA റിപ്പയറിന് വേണ്ടി വരുന്നത് അത് DNA polymerase 2 ആണ്. ദെൻ മേജർ റെപ്ലിക്കേറ്റീവ് എൻസൈം അത് പോളിമറേസ് 3 ആണ്. ദെൻ ഹയസ്റ്റ് പ്രോസസിവിറ്റിയും DNA polymerase 3 ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് തന്നെ പ്രോസസ് പഠിക്കാം. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക. DNA-A, DNA-B ഹെലിക്കേസ്, DNA-C, DNA-G എന്ന് പറയുന്നത് ഏതാ? പ്രൈമേസിന്റെ മറ്റൊരു പേരാണ് DNA-G. ഇപ്പോൾ ടോപ്പോയിസമറേസ് 1 എന്താണ് ചെയ്യുന്നത്, 2 എന്താണ് ചെയ്യുന്നത്, DNA polymerase 1 ജോലി എന്താണ്, DNA polymerase 3 ജോലി എന്താണ്, ഓരോന്നും നമ്മളിവിടെ പഠിക്കും. ഇവിടെ നമ്മൾ 9 മാർക്ക് റീജിയൻ കണ്ടു, 30 മാർക്ക് റീജിയൻ കണ്ടു. ഇനി നമുക്ക് പ്രോസസ് തുടങ്ങാൻ പോവുക. DNA-A 9 മാർക്ക് റീജിയനിൽ ബൈൻഡ് ചെയ്തു. So first of all, DNA-A protein will bind to 4 nitrogen base repeats. This will result in the denaturation of in the region 13 base pair repeats. ഇവിടെ ഡീനേച്ചർ ചെയ്യും. ഇപ്പൊ ഡീനേച്ചർ ചെയ്യാൻ ഇവിടെ കാണിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഇവിടെ ഞാൻ കാണിച്ചത് കണ്ടോ. അതായത് ഇതാണ് ഒറിജിനൽ റെപ്ലിക്കേഷൻ. ഈ ഭാഗമാണ് നമ്മൾ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ AT റിച്ച് ആയിട്ടുള്ള സ്ഥലമാണല്ലോ 30 മാർക്ക്. ആ 30 മാർക്ക് ഇതാ ഇവിടെ എന്ത് ചെയ്യുന്നു? ഡീനേച്ചർ ചെയ്യുന്നു. കണ്ടല്ലോ, ഡീനേച്ചർ ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ബബിൾ, അതിനെ എന്താ പറയും? റെപ്ലിക്കേഷൻ ബബിൾ ഫോം ചെയ്തു. അപ്പൊ ഇവിടെ മെൽറ്റിംഗ് ടു പ്ലേസ്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നമ്മളോട് ഒരു ലൈൻ വരച്ചാൽ ഇവിടെ എന്താ? ഒരു ഫോർക്ക് പോലെ ഇല്ലേ? ഇവിടെ 3, അതുപോലെ ഇവിടെ ഒരു ഫോർക്ക് ഉണ്ട്, കണ്ടോ? ഇതിനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുക. അപ്പൊ ഒന്നുകൂടെ ഓർക്കുക, DNA-A protein will bind to the 9 base pair repeats. Then this will result in the denaturation in the of DNA in the 30 region. Then this process requires ATP വേണം, and also facilitated by the denaturation നടക്കണമെങ്കിൽ it is histone like HU protein വേണം. ഇവിടെ അങ്ങനെ മെൽറ്റിംഗ് ടു പ്ലേസ്. ഇനി അടുത്തെന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം ഒന്ന് കൊടുക്കുക, ഈ 2 റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടായി. അപ്പോൾ ഇതുവഴിയും റെപ്ലിക്കേഷൻ നടക്കും, ഇതുവഴിയും റെപ്ലിക്കേഷൻ നടക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബൈ ഡയറക്ഷണലാണ്. അത് ബാക്ടീരിയയിൽ മാത്രമല്ല, യൂക്കാരിയോട്സിൽ എല്ലാത്തിലും ബൈ ഡയറക്ഷനിലാണ്. എക്സെപ്റ്റ് ഏതിലാ? ആർക്കെങ്കിലും പറയാമോ? എക്സെപ്റ്റ് പല ഫേജസിലും അതുപോലെ പ്ലാസ്മിഡില്. അപ്പൊ ബാക്ടീരിയയിൽ എന്താ? ബൈ ഡയറക്ഷനിൽ തന്നെ. ബാക്ടീരിയയിൽ തന്നെ, പ്ലാസ്മിഡില് യൂണി ഡയറക്ഷനിലാണ്. അപ്പോൾ യൂണി ഡയറക്ഷൻ റെപ്ലിക്കേഷൻ ഏതിലൊക്കെയാണ്? ഫേജസിലും അതുപോലെ പ്ലാസ്മിഡ്സിലുമാണ്. അപ്പോൾ ഇവിടെ ഇനി മറ്റൊരു കാര്യം കൂടെ, ഇവിടെ നമ്മൾ എന്താ ഈ സ്റ്റേജില് ഈ DNA കണ്ടു കഴിഞ്ഞാൽ തീറ്റ പോലെ ഇരിക്കും അല്ലെ? ഗ്രീക്കിലെ ലെറ്റർ തീറ്റ പോലെ ഇരിക്കും, ഇങ്ങനെ സർക്കിള്, ഇവിടെ ഒരു വെട്ട്. ഓക്കെ, അതുകൊണ്ട് തീറ്റ മോഡൽ റെപ്ലിക്കേഷൻ എന്നും ബാക്ടീരിയയിലെ റെപ്ലിക്കേഷനെ പറയും. ഇതൊക്കെ ഓൺവേർഡ് ചോദിക്കുകയാണ് മനസ്സിലാക്കുക. അതുപോലെ ഫേജസിലെല്ലാം ഉള്ള റെപ്ലിക്കേഷനെ നമ്മൾ പറഞ്ഞത് യൂണി ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. ഈ യൂണി ഡയറക്ഷൻ റെപ്ലിക്കേഷനെ റോളിംഗ് സർക്കിൾ മോഡൽ എന്നും പറയും.
അത് ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ കാരണം അതെല്ലാം ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റിന് ചോദിക്കും. ഇപ്പൊ നമ്മുടെ പ്രൊസീജിയറിലേക്ക് വീണ്ടും വരാം. ഇവിടെ when the DNA bind to the 9' region, ഇവിടെ denaturation took place. ഇത് ഇവിടെ കണ്ടു. അന്നേരം റെപ്ലിക്കേഷൻ ബബിൾ ഇവിടെ ഫോം ചെയ്തു. അങ്ങനെ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടായി. ഇനി ഇവിടെ ഈ ഫോർക്കിന്റെ ഇവിടെ ഇങ്ങോട്ട് ഇനി അൺവൈൻഡ് ചെയ്യണമല്ലോ. അപ്പൊ അതിലേക്ക് വേണ്ടി ഹെലിക്കേസ് എൻസൈം ഇവിടെ വരും. ഇവിടെ അതുപോലെ ഇവിടെയും വരും. ഈ ഫോർക്കിന്റെ അവിടെ ഇവിടെ 2 ഫോർക്ക് ഉണ്ടല്ലോ. അപ്പോ ആ DNA B എൻസൈം ആണ് അത് ഹെലിക്കേസ്. DNA B എൻസൈം വെറുതെ അവിടെ വരികയില്ല. അത് DNA C ആണ് അതിനെ ലോഡ് ചെയ്യുന്നത്. നമ്മളിതെല്ലാം അപ്പുറത്ത് പേജിൽ കണ്ടായിരുന്നു. DNA A, DNA B, C അല്ല. അപ്പൊ DNA C will load the DNA B here. ഞാനത് ആ ഡയഗ്രം ഈ ഫോർക്ക് നമുക്ക് വലുതായിട്ട് കാണിച്ചില്ല. കണ്ടോ ഫോർക്ക്? ഇതുപോലെ ഒരു ഫോർക്ക് ഇവിടെയും ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഏതാ DNA B ഇതാ കണ്ടോ ഹെലിക്കേസ്. ഇത് ആരാ ഇതിനെ ഇവിടെ ലോഡ് ചെയ്തത്? ആരാ? DNA C. അപ്പൊ DNA C protein then load the DNA B protein to the melted region of DNA അല്ലെ? melted region എവിടെയാണല്ലോ. DNA B acts as a helicase. The DNA undergoes untwisting and denaturation under the influence of DNA helicase. This untwisting reaction requires energy derived from hydrolysis of ATP. ഇതിനും എനർജി വേണം. Once the 2 strands are separated, 2 സ്ട്രാൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാകണ്ടല്ലോ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കാം ഫോർക്ക്. അത് വീണ്ടും ഡ്യൂപ്ലക്സ് ഫോം ചെയ്യാതെ ഇരിക്കാൻ ഇതില് സിംഗിൾ സ്ട്രാൻഡ് ഉണ്ടോ SSB പ്രോട്ടീൻ. ഇവിടെ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഇവിടെ ബൈൻഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എന്തെല്ലാം ഉണ്ട്? ഹെലിക്കേസ് എൻസൈം ഉണ്ട്, SSB പ്രോട്ടീൻ ഉണ്ട്, പിന്നെ ഇതിനെല്ലാം ഒരു റോളുണ്ട് നമുക്കറിയാം. ദെൻ ഇനി അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത്? ഇവിടെ ഇതിന്റെ ആക്ടിവിറ്റി ഉണ്ട്. എന്താ സംഭവിക്കുക? ഇവിടെ ഒരു ടോർഷണൽ സ്ട്രെസ് ഉണ്ടാകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാകും. എവിടെയാ? ഇവിടെ വീണ്ടും ഇവിടെ അൺവൈൻഡ് ചെയ്ത് പോകണമെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ സയന്റിഫിക്കലി ആണ് പറയുന്നത്, ഒരു പോസിറ്റീവ് സൂപ്പർ കോയിൽ ഇവിടെ ഉണ്ടാകും. ഇങ്ങനെ ഇവിടെ ഏതാണ്ട്, അതായത് ഇപ്പൊ ലോക്കൽ അൺവൈൻഡിങ് ഉണ്ടാകുമ്പോൾ DNA മോളിക്യൂൾ ട്വിസ്റ്റ് ബാക്ക് ലൈക്ക് റബ്ബർ ബാൻഡ് ടു ഫോം സൂപ്പർ കോയിൽ. അത് നമുക്ക് ആലോചിക്കാന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ അത് അങ്ങനെ ഇരുന്നാൽ അവിടെ റെപ്ലിക്കേഷൻ അങ്ങോട്ട് നടക്കുകയില്ല. അതിന് ടോപ്പോഐസോമറൈസ് എൻസൈം സഹായിക്കും. ടോപ്പോഐസോമറൈസ് എൻസൈം വെരി ഇമ്പോർട്ടൻറ്റ്. ടോപ്പോഐസോമറൈസ് എൻസൈം നേരത്തെ പറഞ്ഞു 1 and 2. 1 and 2 ഇതിനെ സഹായിക്കും. ആദ്യം ടോപ്പോഐസോമർ 2 എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഹെലിക്കേസ് എൻസൈമിന്റെ ആ പ്രവൃത്തി കൊണ്ട് പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് വന്നു. ദെൻ ഈ ടോപ്പോഐസോമറൈസ് 2 എൻസൈം എന്ത് ചെയ്യുമെന്ന് അറിയാമോ? DNAയുടെ 2 സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ 2 സ്ട്രാൻഡിനെ കട്ട് ചെയ്യും. എന്നിട്ട് അത് ആ സ്ട്രാൻഡ് തിരിച്ച് മാറി റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അത് നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആവും. അപ്പോൾ ഹെലിക്കേസ് എൻസൈം പ്രവൃത്തി കൊണ്ട് എന്താ ചെയ്തത്? DNA എന്താ സംഭവിച്ചത്? ആ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ട് പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്, പോസിറ്റീവ്. ഇപ്പോൾ ഗൈറൈസ് എൻസൈം, അതായത് ടോപ്പോഐസോമറൈസ് 2 എൻസൈം ഇൻ ബാക്ടീരിയ, എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടോപ്പോഐസോമറൈസ് 2 എൻസൈം in bacteria is known as gyrase. Gyrase enzyme, it is very peculiar in the sense that it can convert the positive supercoiling into negative, a kind of clockwise anti-clockwise rotation. Okay. ഇനി ടോപ്പോഐസോമറൈസ് 1 എന്താ ചെയ്യുക? ഈ നെഗറ്റീവ് സൂപ്പർ കോയിലിങ്ങിനെ ടോപ്പോഐസ് 1 can relax the negatively supercoiled DNA. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ടോപ്പോഐസോമറൈസ് 2 ഇവിടെ പറയുന്നത് ഗൈറൈസ് എന്നാണ് അതിനെ പറയുക. ആ ഗൈറൈസ് എൻസൈമിന്റെ പ്രവൃത്തിക്ക് ATP വേണം. ടോപ്പോഐസോമറൈസ് 1 ഇവിടെ എന്താ ചെയ്യുന്നത്? ആ നെഗറ്റീവ്ലി സൂപ്പർ കോയിൽഡ് DNA വീണ്ടും പിന്നെ എന്ത് ചെയ്തു? റിലാക്സ് ചെയ്തു. അതിന് ATP വേണ്ട. ഇതും പോയിന്റ് ആണ്, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. The activity of topoisomerase 2 requires ATP.
but topoisomerase 1 need no energy. Okay, then ഇനി നമുക്ക് ടോപ്പോ ഐസോമറേസിസ് ഇൻ ജനറൽ നമ്മൾ മനസ്സിലാക്കിയില്ല. നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് വരാം. കാരണം അത് സാധാരണ സൂപ്പർ കോയിലിംഗ് ഓഫ് DNA പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നതാണ്. പക്ഷെ ഇവിടെ മിക്കവാറും നെറ്റിന്റെ എക്സാമിനെല്ലാം ഇവിടെ ഇതിന്റെ DNA റെപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ടോപ്പോ ഐസോമറേസിന്റെ ആക്ടിവിറ്റി ചോദിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ടോപ്പോ ഐസോമറേസിനെ കുറിച്ച് ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ടോപ്പോ ഐസോമറേസസ് ആർ എൻസൈംസ് ദാറ്റ് ചേഞ്ച് ദ ടോപ്പോളജി ഓഫ് DNA. അതുവഴി ലിങ്കിങ് നമ്പർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ DNA-ക്ക് ഒരു പ്രത്യേക ടോപ്പോളജി ഉണ്ട്. അത് ചിലപ്പോ കൂടുതലായിട്ട് കോയിൽ ചെയ്തിരിക്കാം, ചിലപ്പോ അത് റിലാക്സ് ചെയ്തിരിക്കാം. അപ്പൊ അതിനനുസരിച്ച് ടോപ്പോളജി മാറുന്നതനുസരിച്ച് അതിന്റെ ലിങ്കിങ് നമ്പർ മാറും. അപ്പൊ ലിങ്കിങ് നമ്പറും ഞാൻ പറഞ്ഞല്ലോ സൂപ്പർ കോയിലിംഗ് പ്രത്യേക ക്ലാസ്സിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. എന്താണ് ലിങ്കിങ് നമ്പർ എന്ന് മാത്രം. ഇറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് one's DNA strand binds about the other. എന്താണ് ലിങ്കിങ് നമ്പർ? The number of times that one DNA binds or binds about the other. ഇപ്പൊ എത്ര പ്രാവശ്യം എത്രത്തോളം അത് ബൈൻഡ് ചെയ്യും, ഒരു സ്ട്രാൻഡ് മറ്റൊരെണ്ണമായിട്ട് എത്രത്തോളം അത് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് ലിങ്കിങ് നമ്പർ. L = ട്വിസ്റ്റ് പ്ലസ് റീത്ത് പോലെ ഇരിക്കുന്ന. അപ്പൊ ഇതെല്ലാം നമുക്ക് സൂപ്പർ കോയിലിംഗ് എടുക്കുമ്പോൾ അല്ലേ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ ട്വിസ്റ്റ് എന്താ കുറഞ്ഞാൽ എന്താ ലിങ്കിങ് നമ്പർ കുറയും. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി. അപ്പൊ ലിങ്കിങ് നമ്പർ ഇവിടെ ടോപ്പോഐസോമറേസ് ആർ എൻസൈം ദാറ്റ് ചേഞ്ച് ദ ടോപ്പോളജി ഓഫ് DNA. അതായത് ലിങ്കിങ് നമ്പർ ചേഞ്ച് ചെയ്യും. These enzymes can alter the supercoiling of DNA's double-stranded DNA. Two major types of topoisomerases are ഇതെല്ലാം topoisomerase 1 and topoisomerase 2. ഇവിടെ 3 and 4 ഉണ്ട്. അതിന്റെ റോള് വലുതായിട്ട് ഇവിടെ ഇല്ല. അപ്പോൾ topoisomerase 1 and topoisomerase 2. Topoisomerases acts transiently cutting one or both the strands of the DNA. ടോപ്പോഐസോമറൈസസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ട്രാൻസിയന്റ്ലി, പെർമനന്റ് ആയിട്ടില്ല, ട്രാൻസിയന്റ്ലി കട്ട് ചെയ്തിട്ട് പിന്നെ റീസിലി. ട്രാൻസിയന്റ്ലി കട്ടിങ് വൺ ഓർ ബോത്ത് ദ സ്ട്രാൻഡ്സ്. ഇപ്പൊ DNA-യുടെ 2 സ്ട്രാൻഡിനെയും കട്ട് ചെയ്യും. ഏതാ? ഗൈറേസ്. ടോപ്പോഐസോമറേസ് 2. ടോപ്പോഐസോമറേസ് 1 ക്യാൻ കട്ട് ഓൺലി 1 സ്ട്രാൻഡ്. ഓർക്കാൻ എളുപ്പമുണ്ട് അല്ലെ? ടോപ്പോഐസോമറേസ് 1 ഒരു സ്ട്രാൻഡിനെ, ടോപ്പോഐസോമറേസ് 2 2 സ്ട്രാൻഡിനെ കട്ട് ചെയ്യും. അത് എന്ന് വിചാരിച്ച് ടോപ്പോഐസോമറേസ് 1-നും 2-നും പേര് കൊടുത്തത് അതുകൊണ്ട് അങ്ങനെയല്ല. അതിപ്പോ നമുക്ക് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഇതിന്റെ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പലർക്കും തെറ്റിദ്ധാരണ ഉള്ളത് ടോപ്പോഐസോമറേസ് 1 cuts 1 strand, whereas topoisomerase 2 cuts both the strand. Both the prokaryotes and eukaryotes have type 1 and type 2 topoisomerases that are capable of removing supercoils from the DNA. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കാം. ബാക്ടീരിയ, ഇതിപ്പോ നമ്മൾ പഠിക്കുന്ന പ്രോകാരിയോട്സിലാണെങ്കിലും അല്ലെങ്കിൽ യൂകാരിയോട്സിലാണെങ്കിലും type 1 and type 2 topoisomerase enzyme എന്താ ചെയ്യുന്നത്? capable removing supercoil from DNA. ഇപ്പോ ബാക്ടീരിയയിലും അത് റിമൂവ് ചെയ്യാം ടോപ്പോഐസോമറേസ്. ഇവിടെ ബാക്ടീരിയയില് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ടോപ്പോഐസോമറേസ് 2 ഉണ്ട്. അതിനെയാണ് ഗൈറസ് എന്ന് പറയുക. എല്ലാ ടോപ്പോഐസോമറേസ് 2-ഉം ബാക്ടീരിയയിൽ കാണുന്നതിന് നമ്മൾ ഗൈറസ് എന്ന് പറയണമെന്നില്ല. എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടോപ്പോഐസോമറേസ് 2 ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ബാക്ടീരിയ, അതാണ് ഗൈറസ്. എന്താണ് സ്പെഷ്യൽ? ഇൻ ദ സെൻസ് ദാറ്റ് എന്താ പോസിറ്റീവ് സൂപ്പർ കോയിലിനെ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ആക്കും. അല്ല, പോസിറ്റീവ് സൂപ്പർ കോയിലിങ്ങിനെ ആ സൂപ്പർ കോയിലിംഗ് റിമൂവ് ചെയ്യാല്ല. പോസിറ്റീവ് സൂപ്പർ കോയിലിനെ നെഗറ്റീവ് സൂപ്പർ കോയിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് സൂപ്പർ കോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. DNA ഗൈറേസ് ആണ്. ഇവിടെ ഇനി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതിനെ പിന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ടോപ്പോഐസോമറേസ് 1 ആണ്. അപ്പോ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ടൈപ്പ് 1 and 2 ടോപ്പോഐസോമറേസ് capable of removing supercoil നമുക്ക് പറയാം. അത് പക്ഷെ ബാക്ടീരിയയില് പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ടൈപ്പ് 2 ടോപ്പോഐസോമറേസ് ഉണ്ട്, ഗൈറേസ്. അതിന്
പോസിറ്റീവ് സൂപ്പർ കോയിലിനെ നെഗറ്റീവ് ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി elongation പ്രോസസ് നോക്കാം. The local separation of DNA strands produce swollen portion called replication bubble. നമ്മളോട് പറഞ്ഞു, when the double-stranded DNA is unwound up to a point, it will give rise to a Y-shaped structure referred to as എന്താണ് replication fork, അല്ലെ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ബോക്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. എന്താ തീറ്റ മോഡൽ ആൻഡ് റോളിംഗ് സർക്കിൾ മോഡൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്യൂറിംഗ് replication in bacteria, a bubble is initiated at the origin and the circular DNA molecule exhibits a theta-like shape. Hence, bacterial replication എന്തും കൂടെ പറയും theta model. അതുപോലെ unidirectional replication take place in phages and plasmids and is known as rolling circle model. ഓർത്തിരിക്കാം. ഇനി നമ്മുടെ പ്രോസസ്സിലേക്ക് ഇനി പോവാം. രണ്ട് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് സൈഡിലൂടെയും റെപ്ലിക്കേഷൻ നടക്കും. അത് ബൈ ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ശരിക്കും റെപ്ലിക്കേഷൻ ഫോർക്കിനെ ഇതാ വലുതായിട്ട് കാണിച്ചിരിക്കുകയാണ്, കണ്ടല്ലോ. അവിടെ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇത്രയും കാര്യം പറഞ്ഞതെല്ലാം മനസ്സിലായി കാണും. ഇവിടെ DNA ഹെലിക്കേസ് എൻസൈം ഇവിടെ ലോഡ് ചെയ്തു. ലോഡ് ചെയ്തത് ആരാണ്? DNA C ആണ്. ഇവിടെ ഇനി ഇങ്ങോട്ട് അൺട്വിസ്റ്റ് ചെയ്യും. പിന്നെ അന്നേരം ഇവിടെ സ്ട്രെയിൻ വരും. അത് മാറ്റുന്ന ആരെന്നെല്ലാം നമ്മൾ എല്ലാം പറഞ്ഞു. ടോപ്പോറസിന്റെ ജോലി. ഇനി നമുക്ക് DNA റെപ്ലിക്കേഷൻ ഇവിടെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. See, after the separation, each DNA strand serves as a template for the formation of new strands. ഇപ്പോൾ ടെംപ്ലേറ്റ് രണ്ടെണ്ണം ഉണ്ട്. ഇതെന്താണ്? 3' 5'. ഇതാണ് 5' 3' strand. This is the template for lagging strand, അല്ലേ? This is the 3' 5' strand. It is template for leading strand. Okay. നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? DNA റെപ്ലിക്കേഷനിൽ ആദ്യം ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സർ അത് പ്രൈമർ വേണം, അല്ലേ? പ്രൈമർ. അപ്പൊ ഇവിടെ പ്രൈമർ ആദ്യം സിന്തസൈസ് ചെയ്യണം. അതിനെ ആരാ വേണ്ടത്? പ്രൈമർ ഉണ്ടാകാൻ പറഞ്ഞേ? പ്രൈമേസ്. പ്രൈമേസിന്റെ മറ്റേ പേര് DNAG. അപ്പൊ പ്രൈമേസ് എൻസൈമിന്റെ സഹായത്താൽ ഇത് ആദ്യം പ്രൈമർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാ 5' to 3' ഉണ്ടല്ലോ. അതുപോലെ ഇതാ ഇവിടെയും പ്രൈമർ ഉണ്ടായി. ക്ലിയർ ആണല്ലോ. ഇപ്പോ ആഫ്റ്റർ ദ സെപ്പറേഷൻ ഈച്ച് സ്ട്രാൻഡ് serve as a template for the synthesis of complementary strand. ഇവിടെ DNA synthesis cannot be initiated directly. It requires what? A short RNA primer for the polymerization of deoxyribonucleotides. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ DNA synthesis occurs only after the incorporation of short sequence of RNA called RNA primer. They provide. ഇപ്പോൾ RNA provide ഇവിടെ 5' 3' അല്ലേ? ഇപ്പൊ 3' ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് വരേണ്ടത്. അതുപോലെ ഇവിടെ 5' 3' ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് വരുന്നത്. ഇവിടെ 5' 3' ഇവിടെ നിന്നാണല്ലോ DNA ഉണ്ടാകേണ്ടത്, ലീഡിങ് സ്റ്റാൻഡ്. അപ്പോ എന്തിനാണ് പ്രൈമർ? നമുക്കറിയാം, ഇവിടെ 3' എൻഡില് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഗ്രൂപ്പിലാണ് ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ് ആദ്യം വരുന്നത്. അങ്ങനെ പുതിയ സ്ട്രാൻഡ് വരും. ഓക്കെ. ദേ പ്രൊവൈഡ് എ ഫ്രീ 3' OH. ഈ പ്രൈമർ വിൽ പ്രൊവൈഡ് എ free 3' OH to which the first deoxyribonucleotide can be added covalently. ഇത് എങ്ങനെ? DNAG എന്നാണ് അതിനെ പറയാ. ഏതിനെ? പ്രൈമേസിന്, അല്ലേ? ഇനി കോംപ്ലക്സ് ഇവിടെ എന്തൊക്കെയുണ്ട്? പ്രൈമേസ് ഉണ്ട്, പിന്നെ അതുപോലെ ഇവിടെ ഹെലിക്കേസ് എൻസൈം ഉണ്ട്, SSV പ്രോട്ടീൻ. ഇതിനെല്ലാം ഒരുമിച്ച് പ്രൈമോസ് എന്നുള്ള ഒരു പേരിലും അറിയപ്പെടും. അത് കൂടെ ഓർത്തിരിക്കാം. ഇപ്പൊ DNA polymerase enzyme can synthesize a new strand only in the 5' 3' direction. തന്നല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും ലൈൻസ്, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും 5' 3' direction. The two strands of DNA are anti-parallel. അറിയാമല്ലോ.
Thus, at a replication form, new strands are synthesized in opposite direction. In one template strand, a new DNA strand is formed in a continuous stretch. The 5' direction with the help of DNA polymerase. DNA polymerase 1 ആണോ 2 ആണോ 3 ആണോ 3. എന്തുകൊണ്ടാ? Because it is the major replicative enzyme. Processivity ഏറ്റവും കൂടുതലാണ് അതിന്. അപ്പൊ അങ്ങനെ ഇനി അടുത്ത് ഇവിടെ വേണമല്ലോ, ഇവിടെ നിന്ന് പ്രൈമറിൽ നിന്ന് ഓരോ ഓക്കസ് ആക്റ്റീവ് ഫ്രാഗ്മെന്റ് ഉണ്ടാകണമല്ലോ. അതും ആര് തന്നെയാണ്? DNA polymerase 3 തന്നെയാണ്. അതുകൂടെ നോക്കാം നമുക്ക്. കണ്ടോ, ലീഡിങ് സ്ട്രാൻഡ് ഉണ്ട്. ഇനി ഇതാ ഇവിടെ 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 കണ്ടോ. ഓക്കെ ഓക്കെ. ഇപ്പോ എന്ത് കിട്ടിയപ്പോ ആദ്യം RNA പ്രൈമർ ഉണ്ടായി. ആ RNA പ്രൈമറിലെ OH ഗ്രൂപ്പില് അറ്റാച്ച് ചെയ്ത് അങ്ങനെ DNA സ്ട്രാൻഡ് ഉണ്ടായി. ഇപ്പോ DNA പോളിമറൈസ് എൻസൈം, DNA പോളിമറൈസ് ഏതിന്റെ ജോലിയാ കഴിഞ്ഞത്? DNA പോളിമറൈസ് 3. ഇനി എന്താ ചെയ്യേണ്ടത്? ബട്ട് ഈ DNA ആണ് നമ്മൾ സിന്തസൈസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇനി RNA വേണ്ട, അല്ലെ? അതെ, ഇനി RNA നമുക്ക് എന്ത് ചെയ്യണം? മുറിച്ച് കളയണം. കേട്ടോ, മുറിഞ്ഞു പോയല്ലോ. എഴുതാ, ഇത് ആരായിരിക്കും ചെയ്തത്? RNA ഈ പ്രൈമർ ഇവിടെ മുറിഞ്ഞു പോയല്ലേ? ആരാണ്? നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ who has done that activity? Primer DNA polymerase 1 അല്ലേ? Because of its എന്ത് ആക്ടിവിറ്റി? 5'3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. അതിന് മാത്രമല്ലേ ഉള്ളൂ, അല്ലെ? ഇപ്പോ പ്രോകാരിയോട്സില് 5'3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി DNA polymerase 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇത് ചെയ്യാൻ സാധിച്ചത്. എന്താ? പ്രൈമറിനെ റിമൂവ് ചെയ്യാം. ഇനി പ്രൈമർ റിമൂവ് ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട ഇവിടെ. ഇപ്പൊ ഗ്യാപ്പ് ഫില്ലിങ്ങും ആര് തന്നെയാണ്? DNA polymerase 1 അല്ലെ? അപ്പൊ DNA polymerase 1 തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന നോക്കിയോളൂ. കണ്ടോ, ഗ്യാപ്പ് ഫില്ല് ചെയ്തല്ലോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, ഗ്യാപ്പ് ഫില്ല് ചെയ്തല്ലോ. ദെൻ ഗ്യാപ്പ്. ഇനി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇനി എന്താ സംഭവിക്കുക? ഇവിടെ ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പൊ ഈ പുതിയ ഫ്രാഗ്മെന്റുകൾ പരസ്പരം ചേരണം. അപ്പോ അവിടെ ചെറിയ നിക്ക് കാണും. നിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ചെറിയ ഒരു മുറിവ് പോലെ ഉള്ള സ്ഥലം കാണാം. ഇപ്പൊ ഗ്യാപ്പും നിക്കും രണ്ടും രണ്ടാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തത് ആരാണ്? എന്തുകൊണ്ടാണ് അവിടെ ഫില്ല് ചെയ്തത്? DNA, അതായത് ഡീഓക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്തത്. പക്ഷേ ഇനി ഇവിടെ ചെറിയ ചെറിയ നിക്കുണ്ട്. ഓരോ ഫ്രാഗ്മെന്റും പരസ്പരം ചേരണം. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കൊണ്ട് നമുക്ക് മോളിക്കുലാർ ബയോളജിയിൽ നമുക്ക് മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്നതിന്റെ ലിഗേസ്. അപ്പൊ ലിഗേസ് എൻസൈം കൊണ്ട് ഫ്രാഗ്മെന്റ്സ് പരസ്പരം ബന്ധിപ്പിക്കും, അതായത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കൊണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, കാണുക. ആദ്യം പ്രൈമർ സിന്തസൈസ് അല്ലെ, പ്രൈമേസ് എൻസൈം കൊണ്ട്, അതെങ്കിൽ DNA ചെയ്യും. അടുത്തെന്താണ്? ഇവിടെ DNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ലീഡിങ് സ്ട്രാൻഡിനും അതുപോലെ ലാഗിങ് സ്ട്രാൻഡിന്റെയും. ഇനി ആ പ്രൈമർ റിമൂവ് ചെയ്യുന്നു. കണ്ടല്ലോ, DNA polymerase 1. അടുത്ത ആ പ്രൈമർ റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അതും DNA polymerase 1 തന്നെ. ഇനി ഇവിടെ കാണുന്ന നിക്ക് ഉണ്ട്, ചെറുതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ, വളരെ ചെറുതാണ്, ചെറിയ നിക്ക് ഈ സീൽഡ് ബൈ അതാ മോളിക്കുലാർ ഗ്ലൂ എന്ന് പറയുന്ന ആ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് സീൽ ചെയ്യും. നേരാ, ലിഗേസ്. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ടെർമിനേഷൻ പ്രോസസ് ആണ്. ടെർമിനേഷൻ പ്രോസസ് മനസ്സിലാക്കാൻ അതിന്റെ ആ ഡയഗ്രാം നമുക്ക് അതിലേക്ക് പോകാം. ഇതാണല്ലോ ഒറിജിനൽ റെപ്ലിക്കേഷൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സൈഡ് അല്ലേ? ഇതാ, ഇവിടെയാണ് ഒറിജിനൽ റെപ്ലിക്കേഷൻ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പ്രത്യേക സൈറ്റ് ഉണ്ട്, ടെർ സൈറ്റ്. ഉണ്ടോ? ടെർ. ഈ ടെർ സൈറ്റ്
ഏതാണ്ട് 10 ടെർസൈറ്റ്സ് ഉണ്ട്. ഓരോ ഇതിലും 20 ബേസ് സീക്വൻസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ നോട്ടിലുണ്ട്, വായിച്ചിരിക്കാം. ഇപ്പൊ ഇവിടെ 5, ഇവിടെ 5 ആയിരിക്കും. അത് ഞാൻ ഓരോന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം മാത്രം ഓർക്കുക. അപ്പൊ ഇവിടെ എന്താണ് ഒറിജിനൽ റെപ്ലിക്കേഷൻ? അതിന്റെ ഏതാണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടെർ സീക്വൻസ് ഉണ്ട്. ഈ ടെറില് പ്രത്യേക ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ടസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട് ഇവിടെ. അപ്പോ ടസുമായിട്ട് ചേർന്നിട്ട് ടസ് കോംപ്ലക്സ് ഉണ്ടാകും. ഒന്നുകൂടെ, ഓപ്പോസിറ്റ് ടു ദിസ് ഒറിജിനൽ റെപ്ലിക്കേഷൻ there are ter site. ടെറില് ടസ് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അങ്ങനെ ടസ് വിൽ ബൈൻഡ് വിത്ത് ദ ടെർ കോംപ്ലക്സ് എന്താ ഈ ടെർമിനേഷനെ സഹായിക്കും. രണ്ടെണ്ണം ഉണ്ടായി, രണ്ടും ഇതിപ്പോ കാറ്റിനേറ്റഡ് കണ്ടീഷനിലിരിക്കുകയാണ്. മനസ്സിലല്ലോ, കാറ്റിനേറ്റഡ് കണ്ടീഷനിലിരിക്കുക. then that will separate. മനസ്സിലല്ലോ, this is the termination process. So I think everybody understood it. നമുക്കിനി ചില ക്വസ്റ്റ്യൻസ് ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചില ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ബൈഹാർട്ടാകും. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉടൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റ് അയക്കും, അതുകൂടെ ചെയ്യണം. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഇടുന്നതാണ്. അതുകൂടെ ചെയ്യുമ്പോൾ ഇതിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. Origin of replication. First question. Origin of replication usually contains GC-rich, both AT and GC-rich sequence. No particular stretch of sequence AT-rich. അറിയാം, ATയും GCയും അവിടെ കാണാം, പക്ഷെ AT റിച്ചും GC റിച്ചും ആയില്ല. AT റിച്ച് ആയിട്ടുള്ള സ്ഥലമായി, GCയും കാണാം. അപ്പോൾ ആൻസർ ഏതാണ്? 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫോർ ഈക്വലൈ chromosomal DNA replication, അതായത് prokaryotes DNA replication, which of the following statement is true? The 2019 ജൂണില് നെറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സി പാർട്ടിലെ. DNA polymerase 1 is the main polymerase required for the DNA replication. ഇത് ഫാൾസ് ആണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ അറിയാം അല്ലേ? ബിക്കോസ് മേജർ replication നടക്കുന്നത് DNA polymerase 3 വഴിയാണ്. So it is false. Then DNA polymerase 1, though identified originally by Kornberg enzyme എന്നാണല്ലോ ഇതിനെ പറയുക, as the one responsible for replication, is not important for DNA replication. ആണോ? DNA polymerase 1ന്റെ ഫംഗ്ഷൻ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. DNA replication അത്യന്താപേക്ഷിതമാണ് അല്ലേ? അപ്പൊ ഇതും ഫാൾസ് ആണ്. Requirement of DNA polymerase 1 is in the context of removal of RNA primer needed for DNA synthesis and then fill in the same with the DNA equivalent. It's very correct അല്ലേ? Then DNA polymerase 1 is the primary enzyme for error-prone DNA synthesis in response to source repair. അല്ല, source repairന് അതിനെ DNA polymerase 2 ആണ് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 3 ആണ്. Third question. In semi-conservative, ഇത് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാനൊരു നെറ്റുകാർക്ക് പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. In semi-conservative mode of replication, 2 parental strands unwind and are used for synthesis of new strand. Following the rule of complementary base pairing, synthesis of complementary strands require that DNA synthesis proceeds in opposite direction. While the double helix is progressively unwinding and replicating in only one direction, one of the DNA strand is continuously synthesized in the same direction as the advancing replication fork and is called a leading strand. Whereas the other strand is synthesized discontinuously in segment and is referred to as the lagging strand. These short fragments made discontinuously are labeled as Okazaki fragments. These Okazaki fragments need to be matured into continuous DNA strand by which one of the following combination of enzyme? Large, lengthy question. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെറും ഒരു ജനറൽ ഇൻഫർമേഷൻ അല്ലേ? ഇതൊരു 10ാം ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡൻസിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആദ്യത്തെ കാര്യങ്ങളെല്ലാം. എന്താ? ഇൻ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA replication, 2 parental strands unwind and are used for synthesis of new strands following the rule of complementary base pairing. ആർക്കാ അറിയാത്തത്?
Synthesis of complementary strands require that DNA synthesis proceeds in opposite direction. ഈ കാര്യങ്ങളെല്ലാം ഒരു നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ തന്നിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് കാര്യമാണ് ഇവിടെ ഉള്ളത്. എന്താ? ദിസ് ഓക്സാക്കി ഫ്രാഗ്മെന്റ്സ് നീഡ് ടു ബി മെച്ചുവേർഡ്. അത് എന്ത് ചെയ്യണം? ഓക്സാക്കി ഫ്രാഗ്മെന്റ്സ് മെച്ചുവർ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? അതെല്ലാം ജോയിൻ ചെയ്ത് എന്താ ഇൻറ്റു കണ്ടിന്യൂസ് DNA ആയി ആകണം. അപ്പൊ അതിന് ആരാണെന്ന് ഇതൊന്നും നോക്കാതെ നമുക്ക് പറയാം, ഇത്ര നേരം പഠിച്ചതെല്ലാം പറയാം. എന്തെല്ലാമാണ് അവിടെ? DNA പോളിമറേസ് അവിടെ മെച്ചുവർ ആകണമെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ DNA പോളിമറേസ് 1 വേണം അല്ലെ? പിന്നെ എന്താ? DNA ലിഗേസ് വേണം. അതാണല്ലോ. എന്നാലല്ലേ അതിന്റെ പിന്നെ സീൽ ചെയ്യാനും എല്ലാം പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്. ഇപ്പൊ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? ഇത്രയും ഭാഗം എന്താ? ഇവിടെ യൂസ് ഇല്ലാത്ത ഒരു യൂസ്ലെസ് പാർട്ടാണ്. അപ്പോൾ ജനറൽ ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഈവൻ ദോ ദ ക്വസ്റ്റ്യൻ ഈസ് ലെങ്തി, ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫ്രം യുവർ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചില ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഇപ്പോ നെറ്റിന്റെ സി പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് 75 ക്വസ്റ്റ്യൻ വി നീഡ് ടു ആൻസർ ഓൺലി 25 ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു 22-23 ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിലായിരുന്നു അത് കിട്ടും. അപ്പൊ നമുക്ക് അതെല്ലാവർക്കും അറിയാം. അപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുന്ന ഭാഗമാണെങ്കിൽ അത് ഇഫ് ഇറ്റ് ഈസ് യുവർ ഫീൽഡ്, ഡെഫിനറ്റ്ലി യു ഷുഡ് അറ്റൻഡ് ഇറ്റ്. യു സീ ഇറ്റ് ഇസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇസ്ന്റ് ഇറ്റ്? അപ്പോ പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇഫ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് യുവർ ഫീൽഡ് യു ജസ്റ്റ് ലീവ് ഇറ്റ്, ബിക്കോസ് അത് വായിച്ചുകൊണ്ടിരുന്നാൽ സമയം പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് അബൌട്ട് the removal of supercoiling produced by DNA unwinding at the replication fork. നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. Following statements are made about removal of supercoiling produced by DNA unwinding at the replication. ഇപ്പൊ replication forkൽ അവിടെ നിന്ന് DNA unwind ചെയ്ത സമയത്ത് എന്താ സൂപ്പർ കോയിലിംഗ് അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോ അതിനെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുക. എന്താ? ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ മെയ്ഡ് അബൌട്ട് റിമൂവൽ ഓഫ് സൂപ്പർ കോയിലിംഗ് പ്രൊഡ്യൂസ്ഡ് ബൈ DNA. Accumulation of supercoils is the result of DNA helicase activity during unwinding of DNA. ശരിയല്ലേ? Accumulation supercoil is the result of DNA helicase activity ഉണ്ടല്ലേ? അവിടെ പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ് എല്ലാം വരുമെന്ന് പറഞ്ഞേ. കറക്റ്റ്. Problem of DNA supercoiling is valid only for circular chromosome bacteria and not for linear. തെറ്റാ അല്ലെ? Both in bacteria and eukaryotes, linear chromosome also possess the supercoiling. Supercoiling of DNA is removed by topoisomerases by breaking either one or both the strands of DNA on the unreplicated DNA in front of replication. Correct അല്ലേ? DNA polymerase 1 can cut the one strand and 2 can cut both the strands. Correct. അപ്പൊ ഇവിടെ both the topoisomer 1 and 2 can remove positive supercoiling. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കറക്റ്റ് ആണെന്ന്. കാര്യം ബാക്ടീരിയയിൽ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടോപ്പോയിസോമറേസ് 2 ഗൈറേസ്, അതിനാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പോസിറ്റീവ് സൂപ്പർ കോയിലിങ്ങിനെ നെഗറ്റീവ് സൂപ്പർ കോയിൽ ആക്കാൻ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ടോപ്പോയിസ് 1-നും ടോപ്പോയിസ് 2-നും എന്താ ക്യാൻ റിമൂവ് പോസിറ്റീവ് സൂപ്പർ കോയിലിംഗ്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്, A, C and D. സോ ഇൻ ഇക്കോളൈ the major DNA unwinding protein helicase DNAB translocates in 5'3' direction along the lagging strand template, 3'5' direction along the lagging strand template, 5'3' direction along the leading. ഞാൻ ഇത് വായിക്കേണ്ട കാര്യമില്ല, അവിടെ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് അത്? ഏത് ഇതിലാണ്? 5'3' direction ആണ്, ലാഗിങ് സ്ട്രാൻഡ് ടെംപ്ലേറ്റിലാണ് തന്നല്ലോ. ഓക്കെ, സോ I think you like this video. If you like this video, please subscribe it, like and make comments. Okay, thank you.